ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ താരയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ് ചന്ദ്രസേനനും രൂപയും കൂടിയിട്ട്. അങ്ങനെ രൂപ പാലില് കുറച്ച് മയങ്ങാനുള്ള മരുന്ന് കലക്കി കൊടുക്കുകയാണ്. അങ്ങനെ വലിയൊരു ഹാനികരമായിട്ടുള്ള മരുന്നല്ല, അപ്പൊ യൂസ് ചെയ്യാൻ പറ്റുന്ന മരുന്ന്, അതായത് ഗർഭിണികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സരയുവിനും കുഞ്ഞിനും ഒന്നും പറ്റാത്ത തരത്തിലുള്ള മരുന്ന് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പൊ അത് കുടിക്കുന്ന സരയുക്ക് മയക്കം വരുവാണ്. അപ്പൊ രൂപ പറയുന്നുണ്ട് ചന്ദ്രസേനത്ത് എന്തായാലും അവളെ 8 മണിക്കൂർ സുഖമായിട്ട് കിടന്നുറങ്ങും, ഒരു കുഴപ്പമില്ലെന്ന് പറയാണ്. ആ സമയം നമ്മുടെ കല്യാണി താരനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുവാണ്. താരടുത്ത് രൂപ പറയുന്നുണ്ട്, നിനക്ക് ഇന്നത്തെ രാത്രി ഫുള്ളും നിന്റെ മോളുടെ കൂടെ ഇരിക്കുക, അവളെ മതിയാവോളം കാണാം, സ്നേഹിക്കാം, കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം, നിനക്ക് ഉമ്മകൾ കൊണ്ട് അവളെ മൂടാം എന്നൊക്കെ പറയുമ്പോൾ താരക്ക് വല്ലാതെ സന്തോഷമാണ്. സന്തോഷം കണ്ട് താരയുടെ കണ്ണ് നിറയാണ്. ആ സമയത്ത് രൂപ പറയേണ്ടത്, അവള് മുകളത്ത് നിരയിലുണ്ട്, നീ പോയിക്കോ, ഇന്ന് എന്തായാലും അമ്മയും മോളെയും ശല്യപ്പെടുത്താനായിട്ട് ഞാനും കല്യാണിയും അങ്ങോട്ടേക്ക് വരുന്നില്ല, രാവിലെ ഞാൻ വന്ന് വിളിച്ചോളാം എന്ന് രൂപ പറയുവാണ്. അങ്ങനെ നമ്മുടെ താര സരയുവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ സരയു നല്ല ഉറക്കമായിട്ട് കുറേ നേരം സരയുവിനെ തന്നെ നോക്കിയിരിക്കുകയാണ് താര. അതിനുശേഷം സരയുവിന്റെ നെറ്റിയിലും കവിളിലൊക്കെ ഉമ്മ വെക്കുന്നുണ്ട്. ആ സമയത്ത് സരയു അറിയാതെ ചിരിക്കുന്നൊക്കെ ഉണ്ട് ഉറക്കത്തില്. അതിനുശേഷം സരയുവിനെ കെട്ടിപ്പിടിച്ച് കിടക്കുവാണ്. സരിയുടെ വയറ്റിൽ തലോടുന്നുണ്ട്, കാരണം കുഞ്ഞുവാവ് ഉള്ളത് കൊണ്ടിട്ട്. അങ്ങനെ സരയുവിനെയും സരിയുടെ വയറ്റിലെ കുഞ്ഞിനെയും ഒരുപാട് നേരം തലോടിയും സ്നേഹിച്ചും താര അങ്ങനെ കിടക്കുക കേട്ടോ. പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സരയു ഈ കാര്യം അറിയാന്നുള്ളത്. അറിയുമ്പോൾ മിക്കവാറും താരയുടെ ചീട്ട് കയറാൻ തന്നെയാണ് ചാൻസ്. കാരണം താര അമ്മയാണെന്ന് അറിഞ്ഞാൽ പോലും സരയു അംഗീകരിക്കില്ല. അപ്പൊ ഈ ഒരു വിഷയം ഒരിക്കലും തന്നെ സരയു അംഗീകരിക്കില്ല. ഇതറിഞ്ഞ സരയു താരയുടെ മുഖം അടിച്ച് പൊട്ടിക്കാനാണ് ചാൻസ്. എന്തായാലും അങ്ങനത്തെ ഭാഗങ്ങൾ തന്നെയായിരിക്കും അടുത്താഴ്ച വരുന്നുണ്ടാവുക. പിന്നെ പ്രകാശിനെ അന്വേഷിച്ച് ഒരു ഫോൺ കോൾ വന്നല്ലോ, ആ പെൺകുട്ടി ആരാണെന്നും എന്താണെന്നൊക്കെയുള്ള വിവരങ്ങളായിരിക്കും ഇന്നത്തെ പ്രൊമോയിൽ, അതായത് അടുത്താഴ്ച ഫുൾ പ്രൊമോ ഇന്ന് കാണിക്കില്ല, അപ്പൊ അതിൽ കാണിക്കുന്നുണ്ടാവാ. എന്തായാലും സരയു താരനെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് വേദനിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാലും താരക്ക് ഒരു 7-8 മണിക്കൂർ ഉറങ്ങാതെ തന്നെ സരയുവിനെ നോക്കിയും സ്നേഹിച്ചും മതിയാവോളം കണ്ടും ഇരിക്കുന്ന ഭാഗങ്ങളായിരിക്കും നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാൻ പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.